ഇന്ന് സൺഡേ ആയിട്ട് വളരെ വളരെ ലേറ്റായിട്ടാണ് ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പണിപ്പുരയിലായിരുന്നു ഞങ്ങൾ. അതൊക്കെ ചെയ്തിരുന്നപ്പോഴാണ് നമ്മുടെ പുറകിൽ ഒരു വാഴ നിൽപ്പുണ്ട്. അപ്പോൾ ആ വാഴ നമ്മൾ കൂമ്പൊക്കെ എടുത്ത് നമ്മൾ നേരത്തെ തോരൻ വെച്ചായിരുന്നു. അപ്പോൾ എന്നാൽ പച്ചക്ക മൂത്ത് കിടക്കുകയാണ്. അപ്പോൾ അതേതായാലും വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാമല്ലോ പച്ചക്ക കൊണ്ട്. അതുകൊണ്ട് അതൊക്കെ വെട്ടിയെടുത്ത് അതിനിടക്ക് ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് പൊടി ബാക്കി വന്നു. അതിൻ്റെ അകത്തോട്ട് കുറച്ച് ജീരകവും തേങ്ങയും പഞ്ചസാരയും കൂടിയിട്ട് ഞാനതൊരു ഉണ്ട പോലെ ഉണ്ടാക്കി. ഇച്ചിക്കൂട്ടൻ അതങ്ങനെ തിന്നും. പണ്ട് നേരത്തെ ബാലവാടിയിലൊക്കെ പോയിരിക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയെന്ന് അറിഞ്ഞോടെ ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇച്ചിക്കൂട്ടൻ എഴുന്നേറ്റിട്ടില്ല. ഇച്ചിക്കൂട്ടൻ ഇന്ന് വൈകി എഴുന്നേക്കുള്ളൂ. ഇപ്പോൾ മണി 10:30 ആവാൻ പോണ്. അപ്പോഴാണ് എഴുന്നേറ്റ് വന്നേക്കണത്. എഴുന്നേറ്റ് വന്ന് ഇവിടെ സോഫയിൽ ഇരിപ്പുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ ഞങ്ങൾ ഈ 5 ഇല്ല ഇവിടെ. അപ്പം ഞങ്ങൾ 3-4 പേരേ ഉള്ളു. അതൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇടിയപ്പമൊക്കെ അപ്പം ഞാൻ അങ്ങനെ തേങ്ങ എടുത്തപ്പോഴാണ് തേങ്ങ നല്ല ഭംഗി കാണാൻ. ആ തേങ്ങ ഞങ്ങൾ പണ്ട് ഇവിടെ ഹനുമാൻ്റെ അമ്പലത്തിൽ ആലുവയിൽ ഒരു അമ്പലമുണ്ട്. അവിടെ പോകുമ്പോൾ 41 ദിവസം ഇതേപോലെ ഞങ്ങൾ തേങ്ങ ഇട്ടുമായിരുന്നു. അപ്പോൾ ആ തേങ്ങ നമ്മൾ 41 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇതേപോലെ ഹനുമാൻ്റെ രൂപം പോലെ നമുക്ക് തോന്നുമായിരുന്നു. അതൊരു വിശ്വാസത്തിൻ്റെ ആയിരിക്കും നമുക്ക് അങ്ങനെ തോന്നുന്നത്. എന്നപോലെ ഇത് കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തോന്നി. അപ്പം ഞാനൊരു വീഡിയോ എടുത്തതാണ് തേങ്ങ ചിരണ്ടാനെടുത്തപ്പോൾ. അപ്പോൾ എനിക്ക് രാവിലെ ഞാനൊന്നും കഴിക്കില്ല, ഞാൻ ഗോതമ്പിൻ്റെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സ്മൂത്തി കഴിക്കാമെന്നോർത്ത് സ്മൂത്തിക്കുള്ള പ്രിപ്പറേഷനാണിത് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മില്ലറ്റിൻ്റെ അവൽ അത് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ കുടിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇച്ചിക്കൂട്ടൻ എഴുന്നേറ്റ് വന്ന് സോഫയിൽ ഇരിക്കുകയാണ് ഇച്ചിക്കൂട്ടൻ. അപ്പോൾ ഇച്ചിക്കൂട്ടനെ കണ്ടപ്പോഴത്തേക്കും ഞാൻ ചെന്നൊരു ഹായ് പറയുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറയൂലെന്നും പറഞ്ഞുകൊണ്ട് ടോയ്സ് മുഴുവൻ വാരിയിട്ട് നോക്കിയിരിക്കുകയാണ്. ഇനി എന്താ ഇവിടെ നടത്തണ്ടേന്ന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, കൊടുക്കാൻ പോണതേ ഉള്ളു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇച്ചിക്കുട്ടൻ അച്ചച്ച വന്നത്. അച്ചച്ച കടയിൽ പോയിച്ചായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കേണ്ട എൻ്റെ സ്മൂത്തി ഞാൻ കുടിച്ചുണ്ടാക്കി. അച്ചച്ച പഴം മേടിച്ചിട്ടൊന്ന് ഇവനെ കാണിക്കുക. അപ്പോൾ അവനിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക വേണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ചെറുപഴം ഇഷ്ടമൊക്കെയാണ്. സ്കൂളിൽ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊണ്ടുപോകും ഇടക്കിടക്ക് അവരെന്നേക്കാം. അത് നല്ല പഴമാണ്. അപ്പോൾ പാളയംകുടം പഴമായിട്ട് മേടിച്ചുകൊണ്ട് വന്നേക്കണത്. ഇപ്പോൾ മീനും മേടിച്ചിട്ടുണ്ട്. ഇനി